ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അടുത്തതായിട്ട് സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വാൻഡ്സ്, Seven of Pentacles, Three of Swords, Nine of Wands, Nine of Wands, Ten of Wands, Ten of Cups. വളരെ നല്ല എനർജിയാണ് ഇന്നത്തെ ദിവസം. ബോട്ടം വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ വരുന്നു. ഇനി അതുമല്ല, നിങ്ങൾ അത്ര നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തികളാണ് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ കൂടിച്ചേരാൻ പോകുന്നു, വീണ്ടും പുതിയൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു റിയൂണിയൻ സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ റീയൂണിയൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിറഞ്ഞ സ്നേഹം, സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹം വിഷസ് കമ്മിങ് ട്രൂ എന്നാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് സേഫായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതായത് ഇതുവരെ നിങ്ങൾക്കൊരു ഒരു അൺഹാപ്പിനെസ്, ഒരു സന്തോഷമില്ലായ്മയിലാണ് കഴിഞ്ഞിരുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം പലർക്കും ഈ ഒരു സന്തോഷത്തിലേക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലമാകുന്നു. അതുപോലെ തന്നെ കാണാതിരിക്കുന്നവർ കണ്ടുമുട്ടാൻ പോകുന്നു. അതുപോലെ ഒരു ഫാമിലി സഹിതം മുന്നോട്ട് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പലർക്കും വിവാഹം നടക്കുന്ന എനർജിയാവും, പല സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന എനർജി, സന്തോഷിക്കാനുള്ളതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് സ്റ്റാർ ആണ്. സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ നിങ്ങൾ കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടി ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്റ്റാറിന്റെ ഒരു പദവി അല്ലെ, താര പദവി എന്ന് പറയാം. അപ്പോൾ താരത്തിളക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ചക്രാസിന്റെ ആക്ടിവേഷൻ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹീലിംഗ് സംഭവിക്കുന്നു നിങ്ങൾക്ക്. അതാണ് പറയാം, ചക്രാസിന്റെ ആക്ടിവേഷനിലൂടെ നിങ്ങൾക്ക് ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭേദപ്പെടുന്ന ഒരു അവസ്ഥ ഇന്നുണ്ടായിരിക്കാം. ഇന്ന് നിങ്ങൾക്കത് ഒന്ന് സുഖപ്പെട്ട് കിട്ടുന്നതാവാം. ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സംസാരം നിങ്ങൾക്ക് ഒരു ഹീലിംഗിന്റെ പവർ തരുന്നു എങ്കിൽ അതും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അതുമല്ല, സാമ്പത്തികപരമായിട്ടും നിങ്ങളുടെ ആരോഗ്യപരമായിട്ടും നിങ്ങളൊരു നല്ല ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങളൊരു സ്റ്റാറായിട്ട് തിളങ്ങാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. ആകാശത്തിലെ താരം പോലെ, ആകാശത്തിൽ നക്ഷത്രം ഇങ്ങനെ വെട്ടി തിളങ്ങുന്നത് പോലെ നിങ്ങളുടെ സാമീപ്യം അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു താരത്തിളക്കം നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി കുറച്ച് ഉയരത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. ജോലിയിലായാലും
മറ്റ് റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയിലേക്കാണ് ഇപ്പോൾ പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് ഏസ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഏസ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ ഇപ്പോൾ ആഗ്രഹിച്ചത് സാധിക്കണം, അല്ല എങ്കിൽ ഇപ്പോൾ അതിനൊരു തുടക്കം കുറിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പല കാര്യത്തിനും നിങ്ങൾ തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ക്ഷേത്രങ്ങളുടെ കുടുംബക്ഷേത്രത്തിന്റെ ഒക്കെ കാര്യങ്ങളാവാം, അതിലെന്തെങ്കിലും ഒരു തുടക്കം നിങ്ങൾക്ക് കുറിക്കാനാവും. അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഷോപ്പുകൾ തുടങ്ങാനുള്ള പരിപാടി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഒരു ജോലിയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതും ആവാം. ഇനി ഏതെങ്കിലും കാര്യത്തിലാണ് നിങ്ങൾക്ക്, ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങളൊരു തുടക്കത്തിലേക്ക് വരുന്നതാവാം. ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തുടക്കം വരുന്നു ജീവിതത്തിൽ, അല്ല എങ്കിൽ നിങ്ങൾ ആവേശത്തോടുകൂടി എന്തോ ഒന്ന് കണ്ടുവച്ചിട്ടുണ്ടാവാം. ആ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ചിലപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതാവാം, ചിലപ്പോൾ ടാറോട്ട് റീഡർ ആവാനുള്ള ശ്രമം നടത്തിയിരിക്കാം, അല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിലേക്ക് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ചിലപ്പോൾ വാഹനം വാങ്ങിക്കുന്ന ആ ഒരു എനർജിയും ഉണ്ടാവാം. അതിനായിട്ടൊക്കെ ഉള്ള ഒരു തുടക്കമാവാം ഇത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. 7 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിവിടെ കാത്തുനിൽപ്പിൻ്റെതായ എനർജിയാണ്. ഇവിടെ കുറെ കാലം കൊണ്ട് ക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ എന്തോ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന നിങ്ങളിലേക്ക് അതിന്റെ ലാഭം തിരികെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവാം, സാമ്പത്തികമായ വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ലാഭത്തിന് വേണ്ടി. തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റെതായ ഒരു ലാഭത്തിന് വേണ്ടിയല്ലേ ഇവിടെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എന്തോ ഒരു ലാഭത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത ശമ്പളം ലഭിക്കാൻ വേണ്ടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നതും ആവാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലോ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തി തിരികെ വരുന്നുണ്ടോ എന്നുള്ള വെയിറ്റിങ്ങിലും ആവാം. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതായ ഏതെങ്കിലും കാര്യത്തിന് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ശമ്പളം കിട്ടാനുണ്ടായിരിക്കാം. അതൊക്കെ ക്ഷമയോടുകൂടി ഇപ്പോൾ കിട്ടും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന എനർജിയാവാം. അപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒരു ജോലിക്ക് പോകാൻ വേണ്ടിയോ അതിന്റെ വിസ കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പും ആവാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇവിടെ ഒരു കാത്തിരിപ്പാണ് വരുന്നത്. അത് ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. 3 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും, അതായത് കഴിഞ്ഞുപോയ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖം ഉണ്ടായിട്ടുണ്ടോ, നിങ്ങളുടെ ഹൃദയം മുറിപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിനെക്കുറിച്ച് ഓർത്തോർത്ത് വീണ്ടും നിങ്ങൾ ഇവിടെ ദുഃഖിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്തിനാണ് അങ്ങനെ ഓർത്തോർത്ത് ദുഃഖിക്കുന്നത്? പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇനി അതൊന്നും തിരികെ വരില്ല. മനസ്സിലായി? അതിനെക്കുറിച്ച് വീണ്ടും ആലോചിച്ച് ദുഃഖിച്ചിട്ട് ഒരു കാര്യവും നേടാനില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ എനർജി അത്ര വേസ്റ്റ് ആക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അത്രമാത്രം ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോയതിനെ കുറിച്ച് ഓർത്ത് ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നമാകാം, അതുപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യത്തിലാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് ഹീൽ ചെയ്യാവുന്നതാണ്. നിങ്ങളതിനെ ഡിവൈനിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഞാനിത് ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു, എൻ്റെ ഈ ദുഃഖം ഞാൻ ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു, അല്ല എങ്കിൽ ആ ഒരു വ്യക്തിയെ ഞാൻ ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം, ഞാനിത് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തിരിക്കുന്നു, എനിക്കിതിനി ഇത് മുന്നോട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല, ഞാനിത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതിയാകും. ഇനി എന്താണോ യൂണിവേഴ്സ് തീരുമാനിക്കുന്നത് അത് കൊണ്ടുതരട്ടെ, നടപ്പിലാക്കട്ടെ. അല്ലാതെ ഞാൻ ആരുടെയും പിറകെ പോകുന്നില്ല. അതിനെക്കുറിച്ച് ഓർത്തോർത്ത് ഞാൻ ഇനി വിഷമിച്ച് എൻ്റെ എനർജി കളയുന്നില്ല, തീർത്തും ഞാൻ അതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമിതമായ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. വീണ്ടും ചിന്തകൾ വരുന്നോ, വീണ്ടും ലെറ്റ് ഗോ ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും. പിന്നീട് അതിനെക്കുറിച്ച് കഴിയുന്നതും ഓർക്കാതിരിക്കുക. ഇവിടെ ഇനി അതുമല്ല, വേറെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ നിമിത്തം നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടോ, അവിടെയൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ തീരാൻ പോകുന്നു, ആ ദുഃഖം നിങ്ങൾക്ക് ഇവിടെ തീരാൻ പോകുന്നു, ആ ഒരു വേദന, അസുഖങ്ങളുടേതായ പ്രശ്നങ്ങൾ ഇവിടെ തീരാൻ പോകുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവാൻ, ചിലപ്പോൾ തലവേദനയാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളാവാം, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി കാണാം.
അങ്ങനെയുള്ള ചില അവസരങ്ങളിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റും. ഒരു കാര്യം മാത്രമല്ല, പല കാര്യങ്ങളിലും 3 ഓഫ് സോഡിന്റെ എനർജി വരാം. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. മനസ്സിലായി? വാൺസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. പെന്റക്കിൾ ഇവിടെ വന്നിട്ടുണ്ട്, പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. അപ്പൊ ഇവിടെ എല്ലാ എനർജീസും വന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ എനർജി ഇവിടെയുണ്ട്. പിന്നെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്നത് കണക്റ്റ് ആക്കുക. മനസ്സിലായോ? ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത ഒരു വ്യക്തി ആയിരിക്കാം. എല്ലാവരുടെയും കാര്യമല്ല. ചിലരൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കബളിപ്പിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുമാവാം. അപ്പൊ ഇവിടെ അങ്ങനെയല്ല, ധാരാളമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഒരുപാട് ഭാരം ചുമന്ന് എന്താണ്, തീർച്ചയായിട്ടും ഇവിടെ ഒരു തളർച്ച ബാധിച്ചിട്ടുണ്ട്. ഇനി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഭാരമേറിയതായിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഇനി ഒരു പുതിയ തുടക്കത്തിലേക്ക്, ഇനി ഏതെങ്കിലും കാര്യത്തിലൊക്കെ, ബിസിനസ് സംബന്ധപരമായ കാര്യത്തിലൊക്കെ, ഏതെങ്കിലും ജോലി കാര്യങ്ങളാവാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോജക്റ്റ് വർക്കുകൾ ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ അത് സമർപ്പിക്കേണ്ട സമയമായിരിക്കും. അതൊക്കെ നിങ്ങൾ തീർത്ത് വെച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിക്കുന്ന സമയം കൂടിയാവാം. അല്ലെങ്കിൽ അത് തീർക്കാനുള്ള ഉദ്ദേശത്തിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ എന്നാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഭാരമാണ്, എങ്ങനെയെങ്കിലും അതൊന്ന് തീർക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം. ആ ഒരു സമയമാണ് ഇവിടെ ഇപ്പോൾ എന്ന് കാണുന്നുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ. ഇനി അഥവാ അതല്ല, റിലേഷൻഷിപ്പിലെ പ്രശ്നമാകാം, എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ചില കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, എനിക്കിനി ഇത് ചുമക്കാൻ വയ്യ, എനിക്ക് ഇതൊരു വലിയ ഭാരമായി പോയി, എനിക്കിത് ദുഃഖമല്ലാതെ ഒന്നും തന്നിട്ടില്ല, ഈ ഒരു ബന്ധത്തിലൂടെ എനിക്ക് ദുഃഖമല്ലാതെ ഒന്നും ലഭിച്ചിട്ടില്ല, യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു ബന്ധം. എപ്പോഴും അവരുടെ വായിലിരിക്കുന്ന കുത്തുവാക്കുകൾ കേട്ട് തന്നെ മുന്നോട്ട് പോകണം, അവരുടേതായ ഈഗോ അനുഭവിക്കണം, അല്ലെങ്കിൽ അവരുടേതായ അവഗണന അങ്ങനെയൊക്കെ സഹിക്കേണ്ടതായ ഒരു അവസ്ഥയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ ഇവിടെ ഉപേക്ഷിക്കുന്നു എന്നുള്ള ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഉപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയും ചിലർ തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അഥവാ ചില കോഴ്സുകളൊക്കെ പഠിച്ചിരിക്കുന്നതിന് തീർത്തും ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ തീർത്തും അത് ഉപേക്ഷിക്കുകയല്ല, അതിൻ്റെ തുടർച്ച എന്നോണം അത് കഴിഞ്ഞിട്ട് മറ്റൊരു കോഴ്സിലേക്ക് പോകുന്നതും ആവാം. ചിലപ്പോൾ ചില ജോലികളെ, ആവശ്യമില്ലാത്ത ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം കുറവായിരുന്ന ചില ജോലി ഉണ്ടായിരിക്കാം, അതിനെ നിങ്ങൾ അവിടെ മാറ്റിവെക്കുന്നു, എന്നിട്ട് പുതിയ ഒരു ജോലിയിലേക്ക് നിങ്ങൾ കടക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് വാൺസിന്റെ എനർജി, ഇവിടെ തീർത്തും ഇവിടെ എന്തോ ഒരു വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വെയിറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളോട് ഏറ്റവും അടുത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അത് നിങ്ങളുടെ ഒരു സക്സസിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സക്സസിലേക്ക്, വലിയൊരു സക്സസിലേക്ക് വരാൻ എന്തോ ചില കാര്യങ്ങൾ കൂടെ മാത്രം മതി. പക്ഷെ അത് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. കാരണം തൊട്ടടുത്ത് വന്നിരിക്കുന്ന 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്കാവാം കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് വേണ്ടിയാവാം. ഇവിടെ എന്തായാലും നിങ്ങൾ ഒത്തിരി ആകാംക്ഷയോട്, ആവേശത്തോടു കൂടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആ ഒരു കാര്യം മാത്രം ഇനി വന്നു ചേർന്നാൽ മതിയാകും, നല്ല ഒരു തികഞ്ഞ സന്തോഷത്തിലേക്ക് പോകാൻ. ചിലപ്പോൾ കോടതി വഴി ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടാവാം, ഡിവോഴ്സ് കേസുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊത്ത് മുന്നോട്ട് പോകണം എന്നുള്ള വിധത്തിൽ ചില കേസുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇനി അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ചിലപ്പോൾ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ചില വ്യക്തികൾ വരണം എന്ന് നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടാവാം. മനസ്സിലായി? വഴക്കിട്ട് പിരിഞ്ഞ ചില വ്യക്തികൾ ഉണ്ടല്ലോ നിങ്ങളോട്. അപ്പൊ മറ്റു ചില സാഹചര്യങ്ങളെയും നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷെ ഇവിടെ ഇനി ഏത് കാര്യമായാലും നിങ്ങൾ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഇവിടെ സംഭവിക്കുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഒരു ഫാമിലി ഒന്നു ചേർന്ന്
റിയൂണിയൻ ആവാം, ഇവിടെ വിവാഹത്തിൻ്റെതാവാം. അതുമല്ല എങ്കിൽ ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകുന്ന എനർജി ആവാം. കുട്ടികളെ വിട്ടുകിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില സാഹചര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ഇവിടെ കുട്ടികളോട് ഒത്തുചേർന്ന് നല്ല ഒരു ഫാമിലിയിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി സെലിബ്രേഷൻ ഉള്ള സാഹചര്യം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതാണ്, ഒരു പരിപൂർണ സംതൃപ്തി ലഭിക്കുന്ന ഒരു കുടുംബം. അതാണ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് ഈ ഒരു സമയത്ത് പോകാൻ സാധിക്കുന്നു. ആരുടെയെങ്കിലും ഒക്കെ വിവാഹം നടക്കുന്ന എനർജിയാണ്. ഒരുപാട് സന്തോഷം കിട്ടാനായിട്ട് മറ്റേതെങ്കിലും കാര്യമാണോ, പുതിയ ജോലിയാണോ, അല്ലെങ്കിൽ വാഹനമാണോ, വീടാണോ, അങ്ങനെയൊക്കെ ചില നല്ല നല്ല എനർജീസ് നമുക്കിവിടെ പറയാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെയാണ്. 9 ഓഫ് കപ്സിന്റെ എനർജിയിലും അതുപോലെ തന്നെ സന്തോഷിക്കാനുള്ള സാഹചര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് കാണുന്നത്. ഫസ്റ്റ് തന്നെ സൈലൻസ് അങ്ങ് വീണിരിക്കുന്നു. സൈലൻസ്, കംപ്ലീഷൻ. ട്രസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. യൂണിവേഴ്സിലുള്ള അമിതമായ വിശ്വാസം കണ്ടില്ലേ. എപ്പോഴും എല്ലായ്പ്പോഴും നമുക്ക് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യണം, മനസ്സിലായി. ആ ഒരു വിശ്വാസം, യൂണിവേഴ്സിനോടുള്ള ഒരു മാപ്പപേക്ഷ, ഇതൊക്കെ വളരെയധികം അത്യാവശ്യ കാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്, മനസ്സിലായോ. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് കംപ്ലീഷൻ ആണ്. കംപ്ലീഷന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ 9 ഓഫ് വാൺസിന് തുല്യമാണ്. 9 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ 9 ഉണ്ട്, 10 ഇല്ല. അപ്പോൾ ഈ ഒരു 10ലേക്ക് വരാൻ പോകുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്, അല്ലേ എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്തോ ഉണ്ട്, നിങ്ങൾക്കൊരു കംപ്ലീഷൻ വരാനായിട്ടുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളിപ്പോൾ എന്തിനു വേണ്ടിയോ ഒന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവാം, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അവിടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ സൈലൻസിന്റെ എനർജിയാണ്. സൈലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഫുൾ മൂണിന്റെ എനർജി വന്നിട്ടുണ്ട്. സൈലൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സമയമാണ്. തീർച്ചയായിട്ടും സൈലൻസിൽ ഇരിക്കുമ്പോൾ മാത്രമേ യൂണിവേഴ്സിനോട് കണക്റ്റ് ആവാൻ പറ്റൂ. നിങ്ങളെ ചിലപ്പോൾ ഒറ്റയ്ക്കാക്കുന്നത് തന്നെ എന്തിനാണ്, യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷൻ വേണം നിങ്ങൾക്ക്, അത് അത്യാവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ സക്സസിന് വേണ്ടിയിട്ട്. യൂണിവേഴ്സ് നിങ്ങളെ ഒറ്റയ്ക്കാക്കും, മനസ്സിലാവും. ഒറ്റയ്ക്കാക്കുന്നതും കൂട്ടിച്ചേർക്കുന്നതും എല്ലാം യൂണിവേഴ്സ് തന്നെയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും ഒറ്റപ്പെട്ടിരിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യാനുള്ള സമയമായിരിക്കും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. മനസ്സുകൊണ്ട് നമ്മൾ എന്ത് ആഗ്രഹിച്ചോ അത് നമുക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. എനിക്കിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യണം, ഒരുപാട് വീട്ടിൽ ചില ബഹളങ്ങളൊക്കെയാണ്, അപ്പൊ ഇതൊന്ന് ഒഴിവാകണം എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അടുത്ത നിമിഷം നമുക്കത് സാധിച്ചു കിട്ടും. അങ്ങനെ നിങ്ങൾക്കിവിടെ സൈലൻസിലിരിക്കുന്നത് യൂണിവേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ സമയമായിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്, മനസ്സിലായോ. അത് സമയം. ആരെങ്കിലുമൊക്കെ അടുത്തിട്ടുണ്ടോ, ഒരുപാട് പേരെ നിങ്ങളിൽ നിന്നും അകറ്റും. എന്തെങ്കിലുമൊക്കെ വഴക്കുകളിട്ടോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ അവർ നിങ്ങളെ പറ്റി പറഞ്ഞുണ്ടാക്കിയ നിങ്ങൾ അവരെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വിധത്തിലെങ്കിലും വഴക്കിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അറിഞ്ഞുകൂടാത്ത, നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളും അടുത്തിരിക്കുന്ന ചില വ്യക്തികളുമായിട്ട് ഒരു അകൽച്ച വരും. ഈ ഒരു അകൽച്ച എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിലേക്ക് അടുക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്, മനസ്സിലായില്ല എങ്കിൽ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും കൂട്ടുചേർന്ന സന്തോഷത്തിൽ ഇങ്ങനെ ആറാടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു ഈശ്വര ചിന്തയോ അല്ലെങ്കിൽ ആത്മീയപരമായ ഒരു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാനോ ഒന്നും തോന്നില്ല. പ്രപഞ്ചത്തെ അറിയാൻ കഴിവ് വരുന്നില്ല. യൂണിവേഴ്സുമായിട്ട് അടുക്കണമെന്ന് വിചാരിച്ചിട്ട് അതും സാധിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണോ അതും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു അകൽച്ച വരുത്തുന്നത്, മനസ്സിലായോ. ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരികയാണ്.
കണ്ടില്ല, അതുവഴി നിങ്ങൾ സൈലൻസിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവയർനെസ് വരുന്നുണ്ട്. ഈ അവയർനെസ് എന്ന് പറയുമ്പോഴെന്താണ്, നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് ഇവിടെ രൂപം മാറുകയാണ് ചെയ്യുന്നത്. പഴയ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പുതിയ വ്യക്തിയായി മാറുകയാണ്. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് അലൈനായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എനർജിയുമായിട്ട്, യൂണിവേഴ്സൽ പവറുമായിട്ട് നിങ്ങൾ അലൈനായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോഴാണ് കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരു ബോധം ലഭിക്കുന്നത്. നല്ലതെന്ത്, മോശമെന്ത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് വരുന്നത് അങ്ങനെയാണ്. പ്രപഞ്ചം എന്താണ്, മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വ്യക്തിയായി മാറാൻ സാധിക്കുന്നു. ഈ ഒരു പുതിയ വ്യക്തിയായി മാറുമ്പോൾ എന്താണ്, പോസിറ്റീവ് എനർജിയിലേക്ക് ഒരുപാട് കണക്റ്റ് ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അഡ്വഞ്ചറാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അവിടെ നിന്നും അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതിലൂടെ നേരെ നടന്ന് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒരിക്കലും നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല, എന്ത് പ്രശ്നം വന്നാലും. മനസ്സിലായോ? അപ്പോൾ എന്താണ്, യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ അടുക്കുമ്പോൾ അന്നേരമാണ് ഈ ഒരു സന്തോഷം കിട്ടുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള ശക്തി കിട്ടുന്നത്, നിങ്ങൾ കൂടുതലായിട്ട് പവർഫുൾ ആയി മാറുന്നത്. ഇവിടെ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒഴുക്കിനനുസരിച്ച് നീന്തു എന്നാണ് പറയുന്നത്. ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തി കഴിഞ്ഞാലോ നിങ്ങൾക്ക് പിന്നെ പ്രശ്നങ്ങളാവും, അല്ലെ? ആരെങ്കിലും നിങ്ങളോട് വഴക്കിന് വരുന്നുണ്ടെങ്കിൽ അവരോട് എതിർത്ത് ജയിക്കാൻ പോയി കഴിഞ്ഞാലോ നിങ്ങളുടെ എനർജി വീണ്ടും ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് അവിടെ മൗനം ഒന്ന് പാലിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ, അവർ പറയുന്നതാണ് ശരിയെന്ന് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അങ്ങ് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ അതിനെ എതിർക്കാൻ പോകാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടും, മനസമാധാനം കിട്ടും. അപ്പോൾ തന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ സ്വയം വിചാരിക്കും, ഓ ഞാൻ എത്ര നന്നായി ഞാൻ അവിടെ മിണ്ടാതിരുന്നത് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നും. മനസ്സിലായോ? അപ്പോൾ എതിർത്ത് ജയിക്കാൻ പോകാൻ പാടില്ല. എതിർത്ത് ജയിക്കേണ്ട ചില സാഹചര്യങ്ങൾ, മറ്റു ചില സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ എതിർത്ത് ജയിക്കാം. ഇനി അതല്ല, അനാവശ്യകരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ടിറങ്ങി എതിർക്കാൻ പോവരുത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഗോയിങ് വിത്ത് ദ ഫ്ലോ, ഒഴുക്കിനനുസരിച്ച് നീന്തുക. ഇനി അവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരും, നല്ലൊരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഒരു പരിവർത്തനമാണ് വരാൻ പോകുന്നത്. മനസ്സിലായി? നല്ലൊരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. അതുപോലെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.